ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എടാ 300 സലാത്ത് ചെല്ലുന്നവനെ സലാത്ത് ചെല്ലുന്നവൻ എന്ന് പറയാവുള്ളൂ എന്നാണ് സൂഫിയാക്കൾ. സലാത്ത് ചെല്ലുന്ന വലിയ വലിയ മഹാന്മാര് പറയുന്നത്, ഒരാളെ നമ്മൾ പറയൂല അയാൾ സലാത്ത് ചെല്ലുന്ന ആളാ എന്ന് പറയണമെങ്കിൽ എത്ര സലാത്തെങ്കിലും ചെല്ലണം, അയാള് 300 എണ്ണമെങ്കിലും ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എത്ര എണ്ണം ചെല്ലുന്നുണ്ട്? 10 എണ്ണം ചെല്ലുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ തന്നെ പോവില്ല. കാരണം ആ പള്ളിയും 10 സലാത്തുണ്ട്, സമയം ഒരുപാട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൗമ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 10 എണ്ണം തികച്ച് ചെല്ലത്തുമില്ല. 3 എണ്ണം പോലും സലാത്ത് തികയ്ക്കൂല. മടിയാണ്, നമുക്ക് അലസതയാണ്. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നാളെ നമ്മുടെ കൈക്ക് പിടിക്കണ്ടേ? ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹലനാ ഇല്ലാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. അല്ലാഹുവേ, പ്രവാചകരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണേ അല്ലാ. ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ലോകത്ത് ആദ്യമായി സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ച് അതേപോലെ വെച്ച് ശസ്ത്രക്രിയ വിജയിച്ചത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സംഭവം നടന്നത്. അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മൊറേ എന്ന വ്യക്തിയാണ് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ച് കൃത്യമായി വെച്ച് വിജയിച്ചു. 1954 സംഭവം നടക്കുന്നത്. അതിനുശേഷം 11 വർഷമെടുത്തു. കൃത്യം 11 കൊല്ലം 65 ഇന്ത്യയിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന മുംബൈയിലെ എഡ്വേർഡ് മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ ഇതേ നിലയ്ക്കുള്ള ശസ്ത്രക്രിയ നടന്നു. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ചു വെച്ച് വളരെ വിജയകരമായി ശസ്ത്രക്രിയ വിജയിച്ചു. ലോകത്താദ്യമായി നടന്ന സംഭവം, വലിയ സംഭവമായി വാർത്തയായി മീഡിയകൾ ചർച്ചയായി. എന്നാൽ ആ സംഭവങ്ങൾക്ക് 1322 വർഷം മുമ്പ്, 965 ഈ സംഭവം നടക്കുന്നതിന് 1322 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ പ്രാവശ്യം ഈ രീതിയിലുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അവയവം പുറത്തു വന്നത് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിക്കണം നമ്മൾ, ഈ ഉമ്മത്ത് അറിയണം ആരാണ് പ്രവാചകരെന്ന് അറിയണം. സാദാസീത വ്യക്തിയാണെന്ന് വാദോരാതെ കവലകളിരുന്ന് പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവൂല, എത്രയും തലേ കയറൂല. ബഹുമാനപ്പെട്ടതായ ഖതാദ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഖതാദ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇരച്ചു കയറിയതാകുന്ന സഹാബി വര്യൻ പരിശുദ്ധമാകുന്ന രണാങ്കണത്തിൽ അതിശക്തിയുക്തം നിലയുറപ്പിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ഒരു ശത്രു കാഫിറായ ഒരു മനുഷ്യൻ അമ്പയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണിലേക്ക് പതിക്കുകയാണ്. നഊദു ബില്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ കണ്ണ് ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. കണ്ണിൽ വന്നുകൊണ്ട് അമ്പ് തെറിച്ചു. ബഹുമാനപ്പെട്ടവർ ആ അമ്പ് പുറത്തേക്കെടുത്തു. അതിശക്തമായ നിലയിൽ പുറത്തേക്ക് രക്തം നിർഗളിക്കുകയാണ്. കണ്ണ് പൊത്തിപ്പിടിക്കുന്നു. ബഹുമാനപ്പെട്ടവർ നിലത്ത് വീണ് കിടന്നതാകുന്ന കണ്ണ് വാരിയെടുത്തുകൊണ്ട് ഓടുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി ഹബീബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഖതാദ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ കണ്ണ് യഥാ സ്ഥാനത്ത് തിരിച്ചു നൽകിയാലും ഹബീബേ, വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച തികഞ്ഞിട്ടില്ല, പുതുമാരനാണ് ഞാൻ. വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കണ്ണിൽ ചുംബനം നൽകിയിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിമീങ്ങളുടെ വിളിയാളമുണ്ടായപ്പോ
എന്റെ ഭാര്യ ആശീർവദിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഒറ്റക്കണ്ണനായി പൊട്ടക്കണ്ണനായി പോകണ്ടേ? അതെനിക്ക് കുറച്ചിലാണ് ഹബീബേ. ഇസ്ലാമിന്റെ ധർമ്മസമരത്തിന് വന്നിട്ട് പടയാളിയായി ഞാൻ പടക്കോപ്പുകളണിഞ്ഞ് ധർമ്മസമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോ ഒരു കണ്ണില്ലാതെ ഒറ്റ കണ്ണായി പോകുന്ന അവസ്ഥ എനിക്ക് വേണ്ട ഹബീബേ. എനിക്ക് എന്റെ കണ്ണ് തിരിച്ചു നൽകിയാലും ഹബീബായ നബി തങ്ങളെ കണ്ണ് വാങ്ങുകയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ആ കണ്ണിന്റെ യഥാസ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തിട്ട് മുഖത്തൊരടിയടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ വാക്ക് മാത്രമാണ് ഉച്ചരിക്കുന്നത്, ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. കരുണാമയനും ദയാലുവാകുന്ന പടച്ച റബ്ബിന്റെ നാമത്തിൽ. ഇതാ മുഹമ്മദ് ചെയ്യുന്ന പ്രവർത്തനമാ അമാനുഷികമാകുന്ന കഴിവല്ലയോ? ഹബീബായ നബി തങ്ങളുടെ അമാനുഷികമായ കഴിവല്ലയോ? 1954 ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവം എടുത്തിട്ട് വലിയ സംഭവമായി ചരിത്രം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് എങ്കിൽ ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മുറയാണ് ലോകത്താദ്യമായി ശരീരത്തിന്റെ അവയവം പുറത്തെടുത്തിട്ട് തിരിച്ചു വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ വിജയിച്ചത്. 65 ഇന്ത്യയിൽ അത് സംഭവം നടന്നു. അതിനേക്കാൾ 1322 വർഷം മുമ്പ് എന്റെ ഹബീബ് നേരിട്ട് കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണ് യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ചില്ലേ? ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഈ വ്യക്തിയുടെ പേരാണ് മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വല്ലജമീ. ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യർക്കും നിയോഗിക്കപ്പെട്ട കാരുണ്യത്തിന്റെ പ്രവാചകരല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരെ കുറിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. അറിവില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കടക്കണം, എങ്ങനെ ഓടണം, എങ്ങനെ ചാടണം, എങ്ങനെ കുടുംബ ജീവിതം നയിക്കണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിനോട് ഏ രീതിയിൽ വർത്തിക്കണം, മക്കളെ എങ്ങനെ പോറ്റണം, കുടുംബത്തെ എങ്ങനെ പോറ്റണം, മാതാപിതാക്കളെ എങ്ങനെ പോറ്റണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, സമുദായത്തോട് എങ്ങനെ പെരുമാറണം, ലോകത്തോട് ഏ രീതിയിൽ വർത്തിക്കണം, എങ്ങനെ ഒരു ഖതീബാകണം, എങ്ങനെ ഒരു മുത്തഅല്ലിമാകണം, എങ്ങനെ ഒരു കുടുംബക്കാരനാകണം എന്നീ നിലയിൽ എന്ന് വേണ്ട രാഷ്ട്രീയ പ്രമുഖർക്ക് വരെ വലിയ നേതൃത്വം നൽകി സമുദായത്തെ സംരക്ഷിച്ച വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ.